മീസാന് മുതൽ നോക്കേണ്ടി വരും, തുടക്കം മുതൽ നോക്കേണ്ടി വരും. കാരണം ഉള്ളതൊക്കെ ഊരിപ്പോയല്ലോ, ഊരിപ്പോയി. ഇപ്പൊ ഒക്കെ ഖാലിയാണ് അവിടെ പൊതിഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കിയാൽ പറയാം വഖൗലു ഇബ്നു അബ്ദുസ്സലാം, അയാൾ അവിടെ നിന്ന് തുടങ്ങുക. ഫതുഹുൽ മുഈൻ വഖൗലു ഇബ്നു അബ്ദുസ്സലാം എന്ന് പറയുന്നതിന്റെ മുമ്പ് എന്താണ് പറഞ്ഞത് എന്ന് കൃത്യമായി ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കുക. അതെ, അപ്പൊ ഫത്തുൽ മുഈനിലുള്ള മസ്അലയാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അവിടെ ഈ മൗലവി നടത്തുന്ന ഭീകരമായ ഒരു കളവുണ്ട്, മഹാകളവ്. ഈ കുഫിരിയത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി, ഈ പറഞ്ഞിട്ടുള്ള കുഫിരിയത്തിനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ മൗലവി നടത്തുന്നത് ഫത്തുൽ മുഈനിൽ ഭീകരമായ ഒരു കളവാണ്. ഈ മൗലവി പറയുന്ന കുഫിരിയത്തിന്റെ വാദം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി മഹാന്മാരുടെ കിതാബിനെ ഒരു കരുണയുമില്ലാതെ കളവ് നടത്തുന്നു, അതിൽ വഞ്ചന നടത്തുന്നു. ഇതിന്റെ മുമ്പും പിമ്പൊക്കെ നമുക്ക് വായിക്കട്ടെ, നൗഷാദ് വായിക്കട്ടെ. സുല്ലമിയുടെ വാദം, സുല്ലമിയുടെ പാത പിൻപറ്റുന്നത് ഈ മൗലവി തന്നെയാണ്. അത് നൗഷാദിന് നന്നായിട്ട് പരിചയമുള്ളതാണ്, സുല്ലമിന്റെ വഴി എന്താണ് എന്നുള്ളത്. തലയും പാലും ഒക്കെ കട്ടിട്ടല്ലേ പരിപാടി ഫതുഹുൽ മുഈനിൽ. അതെ, സ്വന്തം പരിപാടി പറയാണ്. കാരണം നൗഷാദ് ഇനി കക്കാൻ പോവാണ്, ഒരു വലിയ കളവ് നടത്താൻ പോവാണ്. അപ്പൊ അവിടെ പറയാണ് കളവ് എന്നുള്ളത് മൂപ്പർക്ക് ആകെ പരിചയമുള്ള ഒരു സംഗതി ഇപ്പൊ അതാണ്. രിദ്ദത്തിന്റെ ബാബ് ചർച്ച ചെയ്യുകയാണ്, അഥവാ ആര് മുർത്തദ്ദാവും അവിടെ കൊണ്ടുവരുന്നു. വകദാ ഖൗലുൽ വലിയ്യി ഹാല ഗൈബത്തിഹി അനല്ലാഹ് എന്നൊരു വലിയ്യ് പറഞ്ഞാൽ അങ്ങനെ എല്ലാ മൗലവി അതിന്റെ അർത്ഥം കട്ടിലെ അവിടെ എന്താണ്? വകദാ ഖൗലുൽ വലിയ്യി, അങ്ങനെയാണ് ഒരു വലിയിന്റെ വാക്ക്. ഏത്? ഹാല ഗൈബത്തിഹി അനല്ലാഹ്. ഹാല ഗൈബത്തിഹി എന്നുള്ള പദത്തിന്റെ അർത്ഥമാണ് കട്ടു. എന്നിട്ട് മൗലവി എങ്ങനെ അർത്ഥം വെച്ചു? അനല്ലാഹ് എന്നൊരു വലിയ പറഞ്ഞാൽ കണ്ടോ, ഹാല ഗൈബത്തിഹി എന്നത് ആണ്ട് സൗകര്യപൂർവ്വം കട്ടിയിലേ മൗലവി. എന്തിന് കട്ടു ആ ഭാഗം? ആ ഭാഗത്തിന്റെ അർത്ഥം എന്തേ നൗഷാദെ പറയാതെ പോയത്? അനല്ലാഹ് എന്നൊരു വലിയ പറഞ്ഞാൽ എന്താണ് അവർ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഇതൊക്കെ അതിന് ശേഷം പറയുന്നതാണ്. പക്ഷേ ഹാല ഗൈബത്തിഹി എന്നത് എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിന്റെ അർത്ഥം പറഞ്ഞില്ല. കളവ് നടത്തിയിട്ടല്ലേ, വഞ്ചന നടത്തിയിട്ടല്ലേ നൗഷാദെ അവിടെ നീ വായിച്ചത് അല്ലേ? എന്താണ് ആ വിഷയം? ഞാൻ വായിക്കാം. നൗഷാദ് ഹാല ഗൈബത്തിഹി എന്ന അർത്ഥം വെച്ചാൽ സിബത്തുള്ള ഉസ്താദ് പറഞ്ഞ അതേ ആശയം തന്നെയാണ്. പക്ഷേ അതിനെ ഗണ്ണിക്കാൻ വേണ്ടി നൗഷാദ് പറയുന്ന അവന്റെ കുഫിരിയത്ത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയല്ലേ ഈ കിതാബിനെ ദുർവ്യാഖ്യാനിക്കുന്നത്. അതിനാണ് അത് കട്ടത്. ഹാല ഗൈബത്തിഹി എന്ന അർത്ഥം ഇവിടെ കട്ടു. എന്താണ് ആ വിഷയം? ഞാനൊന്ന് വിശദീകരിക്കാം. ഈ മൗലവിമാർ ഇതുപോലെ പച്ച കളവ് നടത്തിയിട്ടാണ് ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും. ഇതുപോലുള്ള പുത്തൻവാദികളെ നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നാണവുമാനവുമില്ലാതെ കളവ് നടത്തുന്നവരാണ്, വഞ്ചന നടത്തുന്നവരാണ്. രിദ്ദത്തിന്റെ ബാബ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നു, ഖത്ഉ മുകല്ലഫിൻ ഇസ്ലാമൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ, മുകല്ലഫായ മനുഷ്യൻ അവന്റെ ഇസ്ലാമിനെ മുറിച്ചു കളയുക, ബികുഫ്രിൻ അസ്മൻ, അവൻ മനഃപൂർവ്വം കരുതി കൂട്ടി അവൻ അതിനെ മുറിച്ചു കളയുക, ഔ ഖൗലൻ ഔ ഫിഅലൻ, അല്ലെങ്കിൽ കുഫറിന്റെ വാക്ക് പറഞ്ഞിട്ടോ കുഫറിന്റെ പ്രവർത്തനം ചെയ്തിട്ടോ, ബിഅത്തിഖാദി, അത് വിശ്വസിച്ചുകൊണ്ട്. അപ്പൊ പടച്ചവനാണ് സിഎം വലിയുല്ലാഹി എന്ന് ഒരാൾ അത് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ അവൻ കാഫിറാണ് എന്ന് ഒരു സംശയവുമില്ല. ഔ മാഇനാദിൻ, അല്ലെങ്കിൽ ഇസ്ലാമിനോട് മത്സരത്തിന് വേണ്ടി, ഔ മാസ്തിഹ്സാഇൻ, അല്ലെങ്കിൽ ഇസ്ലാമിനെ പരിഹസിക്കാൻ വേണ്ടിയൊക്കെ കുഫറിന്റെ വാചകം പറഞ്ഞാൽ, കുഫറിന്റെ പ്രവൃത്തി ചെയ്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്. എന്നാൽ ചില മഹാന്മാരിൽ നിന്നും ഉണ്ടാകുന്ന ചില പദപ്രയോഗങ്ങൾ ഈ കുഫ്രിന്റെ പരിധിയിൽ വിടുന്നതല്ല എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഖാല ശൈഖുനാ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കശൈഖിഹി, അവിടുത്തെ ഉസ്താദായ സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, എന്ത്? വകദാ ഖൗലുൽ വലിയ്യി, ഒരു വലിയിൽ നിന്നും വരുന്ന വാക്കും ഇതുപോലെ കുഫറിന്റെ പരിധിയിൽ വരുന്നതല്ല. എപ്പോൾ? ഹാല ഗൈബത്തിഹി, ആ വലിയിന്റെ ഗൈബത്തിന്റെ അവസരത്തിൽ. ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ഐ ഗൈബത്തി അഖ്ലിഹി, അദ്ദേഹത്തിന്റെ ബുദ്ധി മറിയുന്ന സമയം, അതാണ് ജദ്ബിന്റെ ഹാൽ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് തന്നെയാണ് ഇസ്തിറാഖിന്റെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പൊ ആ ഗൈബത്തിന്റെ അദ്ദേഹത്തിന്റെ ജദ്ബിന്റെ ഹാലിൽ, ആ ജദ്ബുണ്ടാകുന്ന സമയത്ത്, മജ്ദൂബായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൽ നിന്നും വരുന്ന ചില ഭാഗങ്ങളുണ്ട്. അനല്ലാ എന്ന് നഹ്വഹു, അതുപോലുള്ള ചില പദപ്രയോഗങ്ങളുണ്ട്. ആ
അത് പറഞ്ഞതുകൊണ്ട് ഒരു വലിയ അദ്ദേഹത്തെക്കുറിച്ച് കാഫിറാണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള പദപ്രയോഗങ്ങൾ അത് ഖദ് വഖാലി അയിമ്മത്തി മിനൽ ആരിഫീന, ധാരാളം മൗലിയാക്കളിൽ നിന്നും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഇബ്നു അറബി വഅത്ബാഇഹി, ഇബ്നു അറബി തങ്ങളെപ്പോലുള്ള മഹാന്മാർക്ക് ഇവിടെ ഇത് നമ്മൾ വിശദീകരിച്ചു. നോക്കൂ നിങ്ങൾ, ഇവിടെ എന്താ പറഞ്ഞത്? ജദ്ബിന്റെ ഘട്ടത്തിൽ, അതാണ് ഗൈബത്തി ഫി ഹാല ഗൈബത്തിഹി എന്ന് പറഞ്ഞത്. മഹാന്മാരുടെ ഗൈബത്തിന്റെ ഘട്ടങ്ങളിൽ, അവർക്ക് ജദ്ബ് വരുന്ന ഘട്ടങ്ങളിൽ, അവർക്ക് ഇസ്തിറാഖ് വരുന്ന ഘട്ടങ്ങളിൽ, ഇസ്തിറാഖ് ജദ്ബ് എന്നൊക്കെ പറഞ്ഞാൽ, ജദബ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുക എന്നാണ്. അള്ളാഹുവിലേക്ക് പൂർണ്ണമായും അവരാകർഷിക്കപ്പെടുമ്പോൾ അള്ളാഹുവിലേക്ക് മാത്രം ലയിക്കുക, മറ്റുള്ള ഒന്നും അവരുടെ ശ്രദ്ധയിലോ അവരുടെ ദൃഷ്ടിയിലോ അവരുടെ ചിന്തയിലോ പോലും വരുന്നില്ല. അവരുടെ ചിന്ത മുഴുവനും അള്ളാഹുവിലേക്ക് മാത്രം ലയിച്ചിരിക്കുന്ന ഘട്ടം. ആ ഘട്ടത്തിൽ അവർ പറയുന്ന പദപ്രയോഗം അനല്ലാ. ആ അന എന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ചാണ്. അള്ളാഹു അല്ലാത്ത മറ്റൊന്നും ഒരു വൈറും ഇല്ല. അതാണ് ഫർത്തഫാത്തിൽ വൈരിയത്തു എന്ന് പറയുന്നത്. വൈരിയത്ത് ഉയർന്നുപോയി, അള്ളാഹു അല്ലാത്ത ഒരു വൈറുണ്ട് എന്ന് പോലും അവർക്ക് ആ സമയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ ഘട്ടത്തിലുള്ള ആ അവസ്ഥയാണ് ജദ്ബിന്റെ ഹാൽ എന്ന് പറയുന്നത്. അത്തരം ഹാലിൽ അതാണ് ഹാല ഗൈബത്തിഹി എന്നവിടെ പറഞ്ഞത്. ആ ഹാല ഗൈബത്തിഹിന്റെ അർത്ഥം നൗഷാദ് പറഞ്ഞില്ല. നോക്കൂ നിങ്ങൾ, ഇയാളുടെ നിഫാഖ് എത്രയാണ്? ഹാല ഗൈബത്തിഹി എന്ന് പറഞ്ഞില്ല, അത് വായിക്കാതെ അത് കട്ടു മൗലവി. അത് കട്ടതിന് ശേഷമാണ് ബാക്കിയുള്ളത് പറയുന്നത്. എന്താണ് അവർ പറഞ്ഞത്? ആദ്യം പറഞ്ഞു ഇതൊക്കെ മിമ്മ വഖഅലി അയിമ്മത്തിൻ മിനൽ ആരിഫീൻ കബ്നി അറബി. കണ്ടോ, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയാ, അനല്ലാ എന്ന വാക്ക് വലിയ വലിയ ആരിഫീങ്ങളിൽ നിന്ന് സംഭവിച്ചതാണ്. അത് എപ്പോൾ സംഭവിച്ചു? ഹാല ഗൈബത്തിഹി, അവരുടെ ഗൈബത്തിന്റെ ഘട്ടത്തിൽ സംഭവിച്ചതാണ്. അല്ലാതെ അവരുടെ ബുദ്ധിക്ക് സ്ഥിരതയുള്ള സമയത്തല്ല അത് സംഭവിച്ചിട്ടുള്ളത്. അത് മൗലവി വഞ്ചിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, കിതാബ് മറിച്ചിട്ടാണ് ഈ വഞ്ചന നടത്തുന്നത്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളുടെ പേര് പറഞ്ഞിട്ടാണ്. അവിടെ നിന്ന് എഴുതി വെച്ച ഹാല ഗൈബത്തിഹി എന്നുള്ള വാക്ക് മനഃപൂർവ്വം കട്ടിയില്ലേ? മനഃപൂർവ്വം കട്ടില്ലേ നൗഷാദേ? മഹാകള്ളനായില്ലേ? എന്തിനിങ്ങനെ കളവ് നടത്തി ജനങ്ങളുടെ ഈമാൻ കളയണം? ഇബ്നു അറബി തങ്ങളെ പോലെ എന്നിട്ട് ഇത് കട്ടിട്ട് അപ്പുറം ഉദ്ധരിക്കവൻ. അത് കളവ് നടത്തിയത് നൗഷാദേ താങ്കളാണ്, നീയല്ലേ കേട്ടത്? അപ്പുറം എന്താ ഇതിന് ഈ പറഞ്ഞതിനെതിരായിട്ട് എന്താ അപ്പുറത്തുള്ളത്? അപ്പുറത്തൊന്നുമില്ല. അത് അവിടെ ഇരിക്കുന്നത് ജാഹിരീങ്ങളാണെന്നുള്ളത് നൗഷാദിന് നന്നായിട്ട് അറിയാം. ഫത്തുൽ മീനൊന്നും കാണാത്തവരാണ് അവിടെ ഉള്ളത്. ഫത്തുൽ മീന് കാണാത്ത, അല്ലെങ്കിൽ ഒരു മഹല്യ അൽഫിയ ഒന്നും കാണാത്ത ജാഹിലീങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അവരെ മുമ്പിൽ എന്ത് വായിച്ചാലും ആമന്ന സല്ലംന എന്നാണ്. അങ്ങനെയാണ് മറ്റുള്ളവരും എന്ന് ധരിച്ചതാണ് ഈ കുരുവട്ടൂരികളുടെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. വമാ വഖഅ ഫീ ഇബാറത്തിഹിം മിമ്മാ യൂഹിമു കുഫ്റൻ ഗൈറു മുറാദിൻ ബിഹി ലാഹിറുഹു. ആ വാക്കിന്റെ അതെ, അപ്പൊ അവരുടെ അത്തരം മഹാന്മാരിൽ നിന്നും വരുന്ന ആ പദപ്രയോഗങ്ങളുടെ ലോഹിർ മുറാദല്ല. ഏത് മഹാന്മാർ? അതേ, ജദ്ബിന്റെ ഹാലിലുള്ള മഹാന്മാർ. അങ്ങനെയുള്ള മഹാന്മാരുടെ വാക്കിന്റെ ലോഹിർ, അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമില്ല എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു. എത്ര വലിയ വഞ്ചനയാണ് നടത്തിയത് നോക്കൂ നിങ്ങൾ. ഇതുപോലെ തന്നെയാണ് നൗഷാദ് വായിക്കുന്ന ഏത് കിതാബിന്റെയും അവസ്ഥ. ഏത് കിതാബിന്റെയും അവസ്ഥ അങ്ങനെ തന്നെയാണ്. അവരുടെ വാക്ക്, മഹാന്മാരുടെ വാക്ക്, ആ വാക്ക് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അത് ബഹുമാനപ്പെട്ട ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, ഹദ്ദാദ് റാത്തീബ് ക്രോഡീകരിച്ച മഹാൻ, ബഹുമാനപ്പെട്ടവരുടെ അന്നഫായിസുൽ അലവിയ്യ ഫി മസാഇൽ സൂഫിയ്യ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മഹാന്മാരിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ കലിമാത്തുൻ തുഹിമു ഹാദൽ അംറ അല്ലദീ ദക്കർതുഹു വഗൈറഹു, ഈ ശരീഅത്തിന് വിരുദ്ധമായ ചില വാക്കുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ മഹാന്മാരിൽ നിന്നും വന്നാൽ വഹിയ മുഹ്തമിലത്തുൽ ലിതഅ്വീലി മിൻ വുജൂഹിൻ കസീറ, അതിനെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്, അതിൻ്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. എന്നിട്ട് പറയുന്നു وأحسن وجوهه أن يحمل ذلك على الغلبة والاستغراق وسقوط التمييز وخروج الأمر عن الاختيار المنوط به التكليف. അങ്ങനെ ഏതെങ്കിലും മഹാന്മാരിൽ നിന്ന് അനല്ലാ പോലുള്ള പദപ്രയോഗങ്ങൾ വന്നാൽ അത് അവരുടെ ഗലബത്തിൻ്റെ അവസ്ഥയിലാണെന്ന് വെക്കണം, ഇസ്തിറാഖിൻ്റെ അവസ്ഥയിലാണെന്ന് വെക്കണം. അതുപോലെ ഒരു മനുഷ്യന് മതത്തിൻ്റെ നിയമം ബന്ധിക്കുന്ന
അവസ്ഥ എന്ന് പറയുന്നത് അവൻ്റെ തമ്മീസ് ബുദ്ധിയുടെ വകതിരിവുണ്ടാകുന്ന ഘട്ടത്തിലാണ്. ആ വകതിരിവ് നീങ്ങിയ ഘട്ടത്തിലാണ് ഈ പദപ്രയോഗങ്ങൾ ഉണ്ടായത് എന്ന് വെക്കണം എന്നാണ് അതിൽ ഏറ്റവും നല്ല വ്യാഖ്യാനമെന്ന് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് ലോകത്തുള്ള എല്ലാ മഹാന്മാരും പറഞ്ഞതാണ്, തസവുഫിൻ്റെ എല്ലാ ആലിമീങ്ങളും പറഞ്ഞതാണ്. എന്നാൽ അതൊന്നുമില്ലാതെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പച്ചയിൽ വീണ്ടും വീണ്ടും ദുരന്തങ്ങൾ പറയുന്നു, വീണ്ടും വീണ്ടും കളവുകൾ പറഞ്ഞ് ഇമാമുകളുടെ കിതാബിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ മൗലവി. അതിൻ്റെ പേരിൽ ഫത്തുൽ മുഈനിൽ പോലും വൻ കളവ് നടത്തി.